الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدًا عبده ورسوله أرسله بالهدى بشيرًا ونذيرًا بين يدي الساعة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأفضل الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون صدق الله العظيم ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ അർ-റഹ്മാനും അർ-റഹീമുമായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പടച്ചതമ്പുരാൻ മനുഷ്യരാശിക്ക് സന്മാർഗം കണ്ടെത്തുന്നതിനായി നൽകിയ വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കി തഖ്വയോടുകൂടി നിലകൊള്ളണം എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവത്തിൽ തന്നെ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന കാലം നാഥൻ്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ സത്യവിശ്വാസികൾ, വെള്ളിയാഴ്ചയുടെ ജുമുഅ അതിൻ്റെ ഖുതുബ നിസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അത് ഫർദിൻ്റെ ഭാഗമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഖുതുബ അതിൻ്റെ ഗൗരവത്തിൽ തന്നെ ശ്രവിക്കണമെന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് ഉണർത്തുകയാണ്. മൊബൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഖുതുബയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊന്നുമില്ല, നിസ്കരിക്കാതെ പുറത്തു പോണതാണ്. വലിയ ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദുൽഹിജ്ജയുടെ ദിനങ്ങളെ സംബന്ധിച്ച് റമദാനിലെ 10 ദിവസമാണോ ഉത്തമം, അതല്ല ദുൽഹിജ്ജയുടെ 10 ദിവസമാണോ ഉത്തമം എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടെ വലിയ തർക്കമുണ്ട്. റമദാനിൻ്റെ മഹത്വം നമുക്കറിയാമല്ലോ, പക്ഷെ ദുൽഹിജ്ജ അത് 1ഉം 2ഉം ഒക്കെ വന്നു പോകുന്നത് നമ്മളൊന്നും അറിയില്ല. പെരുന്നാൾ വരുമ്പോൾ അറിയും. പിന്നെ പെരുന്നാളിന് ഒച്ചപ്പാടും ബഹളവും കുറച്ച് ഇറച്ചിയൊക്കെ ഉള്ളതുകൊണ്ട് പെരുന്നാൾ അറിയാം. പക്ഷെ അതിന് മുമ്പുള്ള 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. ആ ദിനങ്ങൾ വളരെ ശ്രേഷ്ഠമുള്ള ദിവസങ്ങളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറേയേറെ സൽക്കർമ്മങ്ങൾ ഈ ദിനങ്ങൾ ചെയ്യാനായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്.
നബി പറയുക മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് അങ്ങനെ അനുഷ്ഠിച്ച് നമുക്ക് കാണിച്ചത്. മുൻ വർഷങ്ങളിൽ പലപ്പോഴും പല ഈ സമയങ്ങളിലെ പ്രവർത്തനങ്ങളെ പറ്റി, അമലുകളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഉദ്ഹിയയെ സംബന്ധിച്ചിട്ടാണ്. പലകുറി നമ്മൾ കേട്ടതാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലോ. അതിൻ്റെ ഫളലുകൾ നമുക്കറിയാം, അതിൻ്റെ തെളിവുകൾ നമുക്കറിയാം. ഇതൊരു ഉണർത്തൽ മാത്രമാണ്. അതുകൊണ്ട് മറന്നു കിടക്കുന്നത് നമ്മുടെ മനസ്സിൽ നിന്ന് തട്ടി ഉണർത്തി ആ അമലിലേക്ക് നമുക്ക് താല്പര്യം ഉണർത്തുക എന്നുള്ളതാണ് ഖുതുബയിലും മറ്റും ഇത്തരം സംഗതി പരാമർശിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. ദിക്റയാണ്. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഉണർത്തൽ വിശ്വാസികൾക്ക് ഉപകാരപ്പെടും എന്നാണ് അള്ളാഹു വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉണർത്തൽ മാത്രമാണ്, പുതിയ അറിവുകളൊന്നും അല്ല നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്ന് ഞാൻ ആമുഖമായി പറയാം. ഉദ്ഹിയ സുന്നത്തുകളുടെ കൂട്ടത്തിൽ മുഅക്കദായ സുന്നത്താണ്. സുന്ന മുഅക്കദ എന്ന് പറയുക. സുന്ന മുഅക്കദ എന്ന് പറയുമ്പോൾ ഇത് വലിയ മഹത്വമേറിയതാണ്. ഹനഫി മദ്ഹബ് പ്രകാരം ഇത് വാജിബാണ്. ഞാൻ ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം ആദ്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സുന്ന മുഅക്കദ എന്നുള്ള വാജിബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അതിൻ്റെ ഗൗരവം എത്ര എന്നുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ധാരാളം ഹദീസുകൾ കാണാൻ കഴിയും. തുർമുദി റഹ്മത്തുള്ളാഹിക്ക് ഇബ്നു മാജയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ അമില ഇബ്നു ആദം മിൻ അമലി യൗമിൻ നഹ്രി അഹബ്ബ ഇലല്ലാഹി മിൻ ഇഹ്റാഖിദ്ദം. പെരുന്നാൾ ദിവസം, യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ 60 ദിനം എന്നർത്ഥം. യൗമുൻ നഹർ 60 ദിനം. അറുക്കുന്നത് പെരുന്നാളിനാണല്ലോ, പിന്നെ ബാക്കിയുള്ള തശ്രീഖിന്റെ ദിവസങ്ങളിലും. അപ്പൊ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മ അറവാണ്. നബി പറയാണ്, യൗമുൻ നഹറിൽ പെരുന്നാളിന്റെ ദിവസം മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം നോക്കണം. അഹബ്ബ ഇലല്ലാഹ്, അഹബ്ബ ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കർമ്മം എന്തെന്നറിയോ? മിൻ ഇഹ്റാഖിദ്ദം, ചോര ഒലിപ്പിക്കുക എന്നുള്ളതാണ്. ആരുടെ ചോര? മൃഗത്തെ അറുക്കുക എന്നുള്ളത് തന്നെ. അന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ബലിയറുക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്തിനാന്നറിയോ? വഇന്നഹു ലയുഅ്താ യൗമൽ ഖിയാമ. നമ്മൾ ഈ അറുക്കുന്ന ഈ മൃഗം, നാളെ ഈ മൃഗത്തെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ബിഖുറൂനിഹ വഅശ്ആരിഹ വഅദ്ലാഫിഹ. ഈ അറുക്കുന്ന മൃഗത്തെ അറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ തോലൊക്കെ പൊളിച്ച് കയ്യും കാലൊക്കെ വെട്ടി മാറ്റി കൊമ്പൊക്കെ മാറ്റി അല്ലേ, എന്നിട്ട് നമ്മൾ മാംസമാക്കി തിന്നുക. അങ്ങനെ പല കഷ്ണങ്ങളായ നിലക്കല്ല, ഇതിനെ പ്ലേറ്റിലല്ല പരലോകത്ത് കൊണ്ടുവരിക എന്ന്. പിന്നെയോ പരലോകത്ത് അള്ളാഹു ഈ മൃഗത്തെ കൊണ്ടുവരുന്നത് അതിൻ്റെ കൊമ്പുണ്ടാവും, അതിൻ്റെ കുളമ്പുണ്ടാവും, അതിൻ്റെ രോമങ്ങൾ. ആ ഒറ്റ മൃഗം അങ്ങനെ തന്നെ നമ്മൾ ഉദ്ഹിയ കൊടുക്കാൻ വേണ്ടി ആ മൃഗത്തെ വാങ്ങിയ സമയത്ത് ആ മൃഗത്തിൻ്റെ കോലുണ്ടല്ലോ, അറുക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, ആ രൂപത്തിലാണ് ആ മൃഗം വരിക. ആ മൃഗം അങ്ങനെ തന്നെ പരലോകത്ത് കൊണ്ടുവരപ്പെടും. ഇയാൾക്ക് സാക്ഷിയായിട്ടാ ഈ മനുഷ്യൻ ചെയ്ത ഒരു സൽക്കർമ്മത്തെ അള്ളാഹു അതിന് അങ്ങനെ തന്നെ പരലോകത്ത് കൊണ്ടുവരികയാണ്. ഈ മൃഗത്തെ അറുക്കുമ്പോൾ ചോര വരും. ഈ ചോര മണ്ണിൽ വീഴുന്നതിന് മുമ്പ് തന്നെ ഈ മൃഗത്തിന്റെ പ്രതിഫലം പടച്ചവന്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. നമ്മൾ അറുത്ത് കത്തി വയ്ക്കുമ്പോഴേ ചോര താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. അതിനു മുന്നേ തന്നെ അള്ളാഹു ഇതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. പടച്ചവന്റെ അടുത്ത് അതിന്റെ പ്രതിഫലം എത്തിയിട്ടുണ്ടാവും. അള്ളാഹു നമുക്ക് പ്രതിഫലം തന്നിട്ടുണ്ടാവും അറുത്ത് തീരും മുമ്പ് തന്നെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അവസാനം പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഫതീബു ബിഹാ നഫ്സ. അതുകൊണ്ട് നിങ്ങൾ അനിഷ്ടമൊന്നും വിചാരിക്കണ്ട,
ഉളുഹിയക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കും പള്ളിയിൽ നിന്ന് ചോദിക്കുന്നു, മാലിൽ നിന്ന് ചോദിക്കുന്നു, എങ്ങനെയാ ഒരു ഓഹരി ഇടട്ടെ, ഒരാടിന്റെ പൈസ, ഒരു പോത്തിന്റെ ഓഹരി അല്ലേ, കുറെ ഇങ്ങനെ ചോദിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വെക്കുന്ന പണിയില്ല, കൊടുക്കാതെ എങ്ങനെയാ പറ്റുക, കഴിഞ്ഞ വർഷം കൊടുത്തും പോയി അല്ലേ. അങ്ങനെ നിങ്ങൾ അനിഷ്ടമൊന്നും ആ വിഷയത്തിൽ വിചാരിക്കണ്ട. ഫതീബൂ ബിഹാ നഫ്സ, നല്ല മനസ്സ് ആ വിഷയത്തിൽ വെക്കുന്ന. കാരണം ചെറിയൊരു കർമ്മമല്ല. നിങ്ങളുടെ ചങ്ങാതി നിർബന്ധിക്കുന്നെങ്കിൽ, പള്ളി പ്രസിഡന്റ് വിളിക്കുന്നെങ്കിൽ അല്ലേ, ആരെങ്കിലുമൊക്കെ സംഘടനക്കാർ വിളിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വിളിക്കുന്നൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പ്രതിഫലം കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് വിളിക്കുന്നു. നല്ല മനസ്സോടെ അത് സ്വീകരിക്കൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അപ്പൊ എത്ര മികച്ചൊരു കർമ്മമാണ് ഈ ഉളുഹിയ എന്നുള്ള കർമ്മം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണല്ലോ നമ്മളോട് ഇതിനെ സംബന്ധിച്ച് പറയുന്നത്. അതിന്റെ വിധിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നബീന്റെ ഈ ഒറ്റ ഹദീസ് പരിശോധിക്കുമ്പോൾ തന്നെ ഇത് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വേറൊരു ഹദീസ് ഉണ്ട് ഉളുഹിയയുമായി ബന്ധപ്പെട്ട്. ആ ഹദീസ് പിടിച്ചിട്ടാണ് ഈ അബൂ ഹനീഫ് റഹ്മഹുല്ലാ ഇത് വാജിബാണെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞിട്ടാണ്, ഭൂരിപക്ഷ പണ്ഡിത അഭിപ്രായത്തെ മുൻനിർത്തിയിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ വജദ സഅതൻ ഫലം യുളഹി, ആർക്കെങ്കിലും ഉളുഹിയ അറുക്കാനുള്ള ത്രാണി ഉണ്ടായിട്ട് അവൻ അറുത്തില്ലെങ്കിൽ, 10,000 രൂപ പരിസരത്താണ് ഇപ്പൊ ഇതിന്റെ തുക നിൽക്കുന്നത്, ഒരാടിന്റെ തുക 10, 11, 9 കേട്ടോ, ഓരോരുത്തരുടെ വാങ്ങുന്ന മൃഗത്തിന്റെ തോതനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലുണ്ട്. 10 രൂപന്റെ കയ്യിലുണ്ട്, 10,000 രൂപ കയ്യിലുണ്ട്, 9,000 രൂപന്റെ കയ്യിലുണ്ട്, 8,000 രൂപ കയ്യിലുണ്ട്, ത്രാണിയുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്. വേറെ അത്യാവശ്യത്തിനൊക്കെ ഇല്ല, ആ പൈസ അങ്ങനെ ഇരിക്കുകയാണ് അവിടെ, അങ്ങനെ അത്യാവശ്യങ്ങളൊന്നുമില്ല. എന്നിട്ട് ഞാൻ അറക്കുന്നില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാന, നമ്മുടെ മുസല്ലിലേക്ക് നിസ്കരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞു. നീ എന്തിനാ പിന്നെ പള്ളി നിസ്കരിക്കാൻ വരുന്ന പെരുന്നാളിന്? നീ പെരുന്നാളിന് പള്ളിയിൽ വരണ്ട, വീട്ടിൽ കുത്തിരിക്ക്, അവിടെ ഇരുന്നോ. എന്റെ കയ്യിൽ ഉളുഹിയ അറുക്കാനുള്ള പൈസ ഉണ്ടായിട്ട് നീ അറുക്കാത്തവനല്ലേ. ലാ യഖ്റുബന്ന മുസല്ലാന, അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത്. നീ നിസ്കരിക്കാൻ നമ്മുടെ മുസല്ലയിലേക്ക് വരണ്ട. പള്ളിയിലെങ്കിൽ പള്ളിയിൽ, ഈദ്ഗാഹിലെങ്കിൽ ഈദ്ഗാഹിൽ, അവിടെ നിന്റെ ആവശ്യമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞൊരു ഹദീസുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന്നത്തെ ദിനം അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം നിങ്ങൾ തക്ബീർ ചൊല്ലി പള്ളിയിൽ വരിക എന്നുള്ളതല്ല, അത് പുണ്യകർമ്മമാണ്. പെരുന്നാൾ നിസ്കാരത്തിന്റെ മഹത്വം കുറക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് പുണ്യാണ്. പക്ഷെ ആ പുണ്യത്തെക്കാൾ വലിയ പുണ്യമിരിക്കുന്നത് ഉളുഹിയ എന്ന കർമ്മത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് അബൂ ഹനീഫ ഇമാമിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് വാജിബാണെന്ന് പറഞ്ഞത്. ഞാൻ പറയാം, ആ തർക്കമൊക്കെ മാറ്റി വെച്ചേക്കാം, അത് വാജിബോ സുന്നമോ ഒക്കെ എന്തോ ആയിക്കോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്കുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കൗൽ അങ്ങനെ തന്നെ എടുക്കുമ്പോൾ അല്ലേ എത്ര പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ ഈ ഒരു മഹത്വത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട വേറെ സംഗതിയുണ്ട്. കാരണം മനുഷ്യന്മാർ പല സാമ്പത്തിക നിലവാരത്തിലുള്ള ആളുകളാണല്ലോ, ഓരോരുത്തരെയും ചികിത്സിക്കണ്ടേ. പൊതുവായിട്ടൊരു കാര്യം പറയുമ്പോഴത്തേക്കും ആളുകൾ ഇങ്ങനെ പൊതുവായി ഇത് സ്വീകരിക്കും. അങ്ങനെ പൊതുവായിട്ട് പറയുന്ന കൂട്ടത്തിൽ ചിലത് അല്ലാതെയും പറയേണ്ടതുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, വാപ്പാന്റെ ഉപ്പാന്റെ കാലം മുതൽ ഇങ്ങനെ ഉളുഹിയ അങ്ങനെ കൊടുത്തു വരുന്ന ആൾക്കാരുണ്ട്. അതൊരു ചടങ്ങാണ്, അങ്ങനെ പോയാണ്, അങ്ങനെ കൊടുത്തേ വരികയാണ് അല്ലേ. ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഞാൻ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അല്ലേ മനുഷ്യന്മാരെന്ത് വിചാരിക്കും? ആളുടെ പൈസയൊന്നും ഇല്ല കേട്ടോ. പണ്ട് ഉപ്പാപ്പാന്റെ കാലത്ത് അതിനുള്ള തറവാടായിരുന്നു, ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞാനിങ്ങനെ ആ ദുരഭിമാനവും പേറി ഇങ്ങനെ ജീവിക്കുകയാണ്. നാട്ടിലെ വലിയ പുള്ളിയാണ് ഞാൻ, ആയിരുന്നു പണ്ട് എന്ന് വെച്ചിട്ട് ഇപ്പൊ എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഉണ്ടല്ലോ. അവർ കൊടുക്കണോ? കൊടുക്കണ്ട. കാരണം നബി എന്താ പറഞ്ഞത്? സാറ്റൻ അത് കൊടുക്കാനുള്ള പോക്കറ്റിന്റെ വിശാലത ഉണ്ടെങ്കിലാണ്, ഇല്ലാത്തവൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ നിർബന്ധമായ സാധനമല്ല, അതിന് കഴിവുള്ളവനാണ്. ഹജ്ജ് ആർക്കാണ് നിർബന്ധം? കഴിവുള്ളവനാണ്. കഴിവില്ലാത്തവന് ഹജ്ജ് നിർബന്ധമില്ല. കഴിവില്ലാത്ത അള്ളാഹു ശാസിക്കുന്നേ ഇല്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. മനുഷ്യൻ ആപതായതെ അള്ളാഹു ശാസിക്കുന്നുണ്ട്, കൽപ്പിക്കുന്നുണ്ട്. ആപതാവാത്ത അള്ളാഹ് നമ്മളെ നിർബന്ധിക്കുന്നേ ഇല്ല. അതുകൊണ്ട് എവിടെന്നെങ്കിലുമൊക്കെ കടം മേടിച്ച് കഷ്ടപ്പെട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ എന്നെ എന്താക്കും, എന്ത് വിചാരിക്കും എന്ന് കരുതി ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണിയൊന്നുമില്ല. അബൂബക്കർ ഉമർ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സഹാബികളാണല്ലോ. ഇവർ ചിലപ്പോഴൊക്കെ 1-2 ഒക്കെ വർഷം ഉളുഹിയ കൊടുക്കാതിരുന്ന് കളയും. അബൂബക്കർ ഉമർ റളിയല്ലാഹുവിന്റെ രീതി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് ഈ ഒരു കർമ്മത്തെ പരിചയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സഹാബത്ത് ഒന്നാകെ ഏറ്റെടുത്തു.
ഒന്നാകെ ഏറ്റെടുത്തു. ആളുകൾ ഇങ്ങനെ ഒന്നാകെ ഏറ്റെടുത്തപ്പോഴാണ് പണ്ഡിതന്മാർക്ക് സംശയം, ഇത് വാജിബാണോ എന്നുണ്ടല്ലോ. വാജിബാണോ? സുന്നത്ത് വാജിബ് എന്ന് പറയുമ്പോഴത്തേണ്ടാകുന്നൊരു വ്യത്യാസമുണ്ട്. നിസ്കാരത്തിന് മുമ്പ് ശേഷമൊക്കെ ഉള്ള നിസ്കാരം അത് സുന്നത്താണ്. നിസ്കരിച്ചില്ല എന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമില്ല, നിസ്കരിച്ചാൽ കൂലി കിട്ടും. പക്ഷെ നിസ്കരിക്കാതിരുന്നാൽ തെറ്റാണ്. ജുമുഅ ഫർളാണ് അല്ലേ? അതിന് മുമ്പ് പള്ളി വന്ന് കയറുമ്പോഴത്തേക്കുള്ള തഹിയ്യത്ത് കൊണ്ടൊക്കെ നിർബന്ധമായ സാധനമൊന്നുമില്ല, ചെയ്യണം, ചെയ്താൽ പുണ്യം കിട്ടും, ചെയ്തില്ല എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഫർളും സുന്നത്ത് രണ്ടാ, വാജിബ് സുന്നത്ത് രണ്ടാണ്. അപ്പൊ ആളുകൾ ഇത് വാജിബാണെന്ന് തെറ്റിദ്ധരിച്ചേക്കുമോ എന്ന് ജനങ്ങളുടെ ഈ വിഷയത്തിലുള്ള സമ്പൂർണ്ണ പങ്കാളിത്തം കണ്ടിട്ട് ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി ഖലീഫമാരായിരുന്ന കാലഘട്ടത്തിൽ അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ചിലപ്പോഴൊക്കെ 1-2 വർഷമൊക്കെ കൊടുക്കാതിരുന്ന് കളയും. അപ്പൊ ആളുകൾക്ക് എന്ത് മനസ്സിലാവും, അതങ്ങനെ നിർബന്ധമായ സാധനമൊന്നുമല്ല, ആര് കൊടുത്താൽ മതി, കളിവുള്ളവൻ കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ ആ വിഷയത്തിൽ ഞാൻ ആ പറഞ്ഞ സംഗതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. ഇനി മറ്റൊരു പ്രശ്നം, എന്താണ് നമ്മൾ ഉളുഹിയ കൊടുക്കുക എന്നുള്ളതാണ്. ഉളുഹിയ കൊടുക്കേണ്ടത് എന്താണ്? ഉളുഹിയ കൊടുക്കാൻ ഏറ്റവും നല്ല സാധനം ഒട്ടകമാണ്. അതിപ്പോൾ എന്തായാലും കേരളത്തിൽ ലഭ്യമല്ലേ. അതിപ്പോൾ ആരെങ്കിലും അത് കൊണ്ട് അർത്ഥത്തിന് അപ്പോഴത്തേക്കും മൃഗസ്നേഹികൾ പ്രശ്നമായിട്ട് പരാതിയായിട്ട് അവിടെ പോകും കളക്ടറേറ്റിലേക്ക്. പിന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരെ അറസ്റ്റ് ചെയ്യും. അത് പിടി, ഞാൻ ഹുക്കുമ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒട്ടകം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ശ്രേഷ്ഠത അറിയാമല്ലോ. പിന്നെ പോത്തോ വാഴോ മാട് വർഗത്തിൽപ്പെട്ട എന്തെങ്കിലും. അതെന്താണ് അതിന് ശ്രേഷ്ഠത വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാംസം കൂടുതലുണ്ട് എന്നുള്ളതാണ്. മാംസം കൂടുതലുള്ളതാണ്. ആടിന് ശ്രേഷ്ഠതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അതും പറയുന്നുണ്ട് കേട്ടോ. ഈ ഒട്ടകം, മാട്, പോത്ത് എന്നൊക്കെ പറയുമ്പോഴത്തെ അത് മാത്രമൊന്നുമല്ല, ഹദീസുകൾ ഇങ്ങനെ വ്യത്യസ്തമാണ്. കാരണം ഓരോ ആളുകൾക്കും അവരവരുടെ ആവതനുസരിച്ച് ആ കർമ്മത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നബി ഒന്നിനെയും വില കുറച്ച് കാണുന്നില്ല. ഒരാളുടെ ആടുമായിട്ട് വന്നു, ഇവിടെ ഒട്ടകം ശ്രേഷ്ഠ, നിന്റെ ആട് അല്ലേ? അങ്ങനെയല്ലല്ലോ. അയാൾക്ക് ആടാണ് കഴിയുന്നത് എങ്കിൽ അയാൾ ആട് കൊടുക്കട്ടെ. ഒരു പോത്ത് മൊത്തം മേടിക്കാൻ കഴിയുള്ളവൻ അതിന്റെ പിന്നാലെ പോട്ടെ. അപ്പൊ ആട് കൊടുക്കാൻ വേണ്ടി വരുന്ന, ഉളിഹിയത്ത് കൊടുക്കാൻ വേണ്ടി വരുന്ന ആളെ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു വാക്കുണ്ട്, ഖൈറുൽ അദ്ഹിയ അൽ കബ്ഷുൽ അഖ്റൻ. കൊമ്പുള്ള മുട്ടനാടുണ്ടല്ലോ, അതാ ഏറ്റവും നല്ല ഉളിഹിയ. നബി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ് സഹാബത്തിനെ. കൊമ്പുള്ള മുട്ടനാട് അതാണ് ഏറ്റവും നല്ല ഖൈറുൽ ഉദ്ഹിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഉദ്ഹിയ കൊടുക്കാറുണ്ടായിരുന്ന ആടായിരുന്നു. റസൂൽ പലപ്പോഴും ഉദ്ഹിയ കൊടുക്കാറുണ്ടായിരുന്നത് ആടായിരുന്നു. അറേബ്യയിൽ പോത്തോ പശു ഒന്നും അങ്ങനെ ലഭ്യമല്ലല്ലോ, അത് വേറെ സംഗതി. അപ്പൊ ഏതായാലും ഇതൊന്നും നമ്മൾ ഇതിന്റെയൊക്കെ സ്ഥാനത്തെ സംബന്ധിച്ച് തർക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഓരോന്നിനും ഒട്ടകത്തെ കൊടുക്കുന്നതിന് അതിന്റെ ശ്രേഷ്ഠത, മാടിനെ കൊടുക്കുന്നതിന് അതിന്റെ ശ്രേഷ്ഠത, ആടിനെ കൊടുക്കുന്നതിന് അതിന്റെ ശ്രേഷ്ഠത. ഇത് പറയുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഉളുഹിയ പറ്റാത്ത ചില മൃഗങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുക മാത്രമാണ്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് നമ്മൾ വായിക്കുന്നത് നാട്ടാചാരവോ ആളുകളൊക്കെ ഏതോ കാലത്ത് പറഞ്ഞുണ്ടാക്കിയതൊന്നും അല്ല. നബീന്റെ ഹദീസിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. 4 തരം മൃഗങ്ങൾ ഉളുഹിയക്ക് പറ്റാത്ത 4 തരം മൃഗങ്ങളുണ്ട്. ഒന്ന് അൽ ഔറ എന്ന് പറഞ്ഞാൽ തീരെ കാണാൻ പറ്റാത്ത മൃഗം, കാഴ്ച പോയി ആ മൃഗത്തിന്റെ. അൽ ബയ്യിനു ഔറുഹ, ഒട്ടും കാണാൻ പറ്റുന്നില്ല, സമ്പൂർണ്ണ അന്ധത ബാധിച്ചു മൃഗത്തിന്. കുറച്ചൊക്കെ കാണാൻ കുഴപ്പമൊന്നുമില്ല, ആ മൃഗത്തെ ഇറക്കാൻ കേട്ടോ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഇറച്ചിയാണല്ലോ ആവശ്യം. പക്ഷെ കണ്ണ് തീരെ കാണാത്ത മൃഗം, ന്യൂനതയുള്ള ഒരു മൃഗവും പറ്റില്ല. ഉളുഹിയക്ക് കൊടുക്കുന്നത് പൂർണ്ണമായിരിക്കണം. എന്താ വെച്ചാൽ കൊടുക്കുന്ന അള്ളാഹ്ക്കാണ്. ആർക്കും വേണ്ടാത്തത് അള്ളാഹ്ക്ക്. അങ്ങനെയുണ്ടല്ലോ, ആർക്കും വേണ്ടാത്തത് അള്ളാഹ്ക്ക്. അങ്ങനല്ല, അത് പാടില്ല. അത് ഇപ്പൊ നേർച്ചക്കുറ്റി കൊണ്ട് എടുത്ത് പൈസ എൻ്റെ കയ്യിൽ കീറിയ 10 രൂപ ഉണ്ട്, അത് ഇട്ടേക്കാം അല്ലേ. ഇപ്പൊ വെള്ളിയാഴ്ച പിരിവിനിങ്ങനെ ജുമയൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ചില്ലറ ഉണ്ട്, 5 രൂപ ഉണ്ട്, ഇതിന് പോക്കറ്റിൽ കിടക്കണ്ട, അത് കിടക്കട്ടെ, ടിങ് ശബ്ദവും കേട്ട്, അതാണ് വേണ്ട. അല്ല, നമ്മുടെ കയ്യിൽ ഏറ്റവും പ്രിയപ്പെട്ട അല്ലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ എന്നാണ്. അപ്പൊ ആ 5ഉം 10ഒക്കെ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? 50ലേക്കും 100ലേക്കും വിടാൻ കഴിവുണ്ടെ കൊടുക്കണം എന്നാ പറഞ്ഞ. സന്ദർഭത്തിൽ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ കേട്ടോ. അപ്പൊ അള്ളാഹ്ക്ക് ന്യൂനതയുള്ളതല്ല കൊടുക്കേണ്ടത്, സമ്പൂർണമായതാണ് നാഥന് കൊടുക്കേണ്ടത്. കാഴ്ച നഷ്ടപ്പെട്ട മൃഗത്തെ നിങ്ങൾ കൊടുക്കരുത്. വൽ മരീള അൽ ബയ്യിനു മർളുഹ, നല്ല രോഗമുള്ള മൃഗം, ചെറിയ പ്രശ്നങ്ങളൊക്കെ മൂക്കലിപ്പുണ്ടാവും ചില മൃഗത്തിന്, മഴക്കാലല്ലേ, അതൊന്നും പ്രശ്നമാക്കണ്ട. രോഗം പിടിച്ച് അറുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത മൃഗമാണെങ്കിൽ ആ മൃഗത്തെ അറുക്കാൻ പാടില്ല. ഒട്ടും നടക്കാൻ പറ്റാത്ത മൃഗം, മുടന്ത മൃഗം, അത് ഒരു കാലം മുടന്തുള്ള മൃഗമാണെങ്കിൽ പോലും അറുക്കരുന്ന ഫുക്കാക്കള വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ചട്ടി നടക്കുന്ന മൃഗത്തെ അറുക്കാൻ പാടില്ല. ഉളുഹിയത്ത് കൊണ്ടുവന്ന മൃഗത്തിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗത്തെ മാറ്റണം. ഞാൻ വാങ്ങിയതല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതിനെ മാറ്റി ചികിത്സിച്ച് അടുത്ത വർഷം ഇറക്കാന്നേ വേറെ മൃഗത്തെ വാങ്ങുക. അപ്പൊ മുടന്തുള്ള മൃഗത്തെ പറ്റില്ല.
വൽ കബീറത്തുല്ലത്തി ലാ തൻഖാ, വല്ലാതെ പ്രായം ചെന്ന് മെലിഞ്ഞെട്ടിയ മൃഗങ്ങൾ. ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ ഇങ്ങനെ കാണാം, വഴിയിലൂടെ ഇങ്ങനെ ആർക്കും വേണ്ടാതെ കുറേ പശുക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് ഉലുഹിയാക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അപ്പൊ നല്ല ഒത്തൊരു സാധനത്തെയാണ് ഉലുഹിയാക്ക് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന് പ്രായത്തെക്കുറിച്ചിട്ടും ഹദീസിൽ പരാമർശമുണ്ട്. പ്രായം ചെന്നൊരു മൃഗമാകണം എന്നുള്ളതാണ്. ഒട്ടകമാണെങ്കിൽ 5 വയസ്സ്, പിന്നെ മാട് വർഗത്തിൽപ്പെട്ട പോത്ത്, പശു അങ്ങനെയുള്ള സാധനമാണെങ്കിൽ 2 വയസ്സ്, ആടിന് 1 വയസ്സ്, ചെമ്മരിയാടാണെങ്കിൽ അതിന് അത്യാവശ്യം 1 വയസ്സുള്ള ചെമ്മരിയാടിനെ കിട്ടുന്നില്ലെങ്കിൽ 6 മാസമെങ്കിലും ആയ ചെമ്മരിയാട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒട്ടകത്തിന്റെ പിന്നെ ആടിന്റെയൊക്കെ പ്രായത്തെക്കുറിച്ച് ഫുഖഹാക്കളുടെ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ ആ വിഷയത്തിൽ. ഹദീസിൽ ഇത്രയേ ഉള്ളൂ, ലാ തദ്ബഹു ഇല്ലാ മുസിന്ന, പ്രായം തികഞ്ഞതിനെ അല്ലാതെ നിങ്ങൾ അറക്കരുത്. അത് നമുക്ക് നാട്ടുകാർക്കറിയാം എപ്പോഴാണ് മൃഗത്തിന് പ്രായം തികയുക എന്നുള്ളത്. അത് ഹദീസിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നബി ഇത്രേ പറഞ്ഞുള്ളൂ, മുസിന്നായിരിക്കണം, പ്രായം തികഞ്ഞതായിരിക്കണം. അപ്പൊ എപ്പോഴാണ് ഒരു പശു പശുവാവുക, ഒരു കാള കാളയാവുക, ഒരു പോത്ത് പോത്താവുക? അത് പോത്തുകുട്ടീന്റെ പ്രായത്തിൽ നിന്ന് പോത്താകുന്നൊരു പ്രായം ഉണ്ടല്ലോ, ആട്ടിൻകുട്ടിയിൽ നിന്ന് മാറി ആടാകുന്നൊരു പ്രായം ഉണ്ടല്ലോ. അത് നാട്ടിലുള്ള ആളുകൾക്കറിയാം. ആ പ്രായത്തെ കണക്ക് കൂട്ടിയിട്ടാണ് പണ്ഡിതന്മാർ ഇതിന്റെ വയസ്സ് 5, 2, 1 എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകളുണ്ട് നല്ല കിളുന്ത് മാംസം അതിലേറ്റവും ടേസ്റ്റ് എന്ന് വെക്കാറില്ല. അവിടെ കിളുന്ത് മാംസത്തിന്റെ ടേസ്റ്റ് അല്ല, അങ്ങനെ കിളുന്ത് മാംസം ടേസ്റ്റ് ഉള്ളവർ സ്വന്തമായിട്ട് അർത്ഥം തന്നാൽ മതി. നബി പറഞ്ഞത് മുസ്ലിനായിരിക്കണം, അത് പ്രായം ചെന്ന് ഒരു ഒത്തൊരു മൃഗം ആയിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അതല്ലാതെ വേറൊന്നും കിട്ടുന്നില്ല എന്ന് വിചാരിക്കും. ഇപ്പൊ ആടിപ്പോൾ അന്വേഷിച്ച് പോകുമ്പോൾ എവിടെ ഇപ്പോൾ ആട് കിട്ടാനില്ല, എല്ലാവരും ഈ സമയത്ത് ആട് വാങ്ങിക്കൂട്ടലാണല്ലോ. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ 1 മാസത്തിന്റെ 2 മാസത്തിലേക്ക് ചെറിയ കുറവൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അത് മാപ്പാക്കപ്പെടും. ഇല്ല അസിർ അലൈക്കും, നിങ്ങൾക്ക് നിവൃത്തിയില്ല എങ്കിൽ ഒന്നും കിട്ടുന്നില്ല, പക്ഷെ ഉദയ കൊടുക്കണം. എന്ത് ചെയ്യാം? അങ്ങനെ വന്ന അങ്ങനെയെങ്കിൽ ചെമ്മരിയാട്, നബി ഉദാഹരണം പറയാം, ചെമ്മരിയാടിന്റെ 6 മാസമൊക്കെ ആയി ചെമ്മരിയാടിനെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ അർത്തോളൂ എന്നുള്ളതാണ്. അത് കിട്ടാതെ വരുമ്പോഴാണ്, കിട്ടുമ്പോഴല്ല കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട് ഹദീസിലുള്ള ഇതിന്റെ വിധി. കുറെ ഈ വിഷയം സംസാരിക്കാനും പറയാനുണ്ട്. ഞാനിങ്ങനെ തുടങ്ങി വെച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉളുഹിയ്യ കർമ്മത്തിൽ സജീവമായി പങ്കെടുത്ത് ഈ മാസത്തിലെ ഈ ദിനങ്ങളിലെ പെരുന്നാളിൻ്റെ സന്ദർഭത്തിൽ ഏറ്റവും വലിയ മഹത്വം നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നാഥൻ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ച് സമ്പൂർണ്ണ തഖ്വയോടുകൂടി ജീവിതാന്ത്യം വരെ നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ പുറത്ത് നിന്ന് സംസാരിക്കുന്ന സഹോദരങ്ങൾ പള്ളിക്കകത്ത് കയറിയിരിക്കുക. നിസ്കരിക്കാൻ വന്നവർ പള്ളീൻ്റെ ഉള്ളിൽ കയറി ഖുത്ബയ്ക്കും കൂടി പങ്കെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ജുമാ നിസ്കാരം സാധുവാകുകയുള്ളൂ. പള്ളീൻ്റെ പുറത്തിരുന്ന് ആരും സംസാരിക്കാൻ പാടില്ല. പള്ളീൻ്റെ പുറത്തിരിക്കുന്നവർ പള്ളിയുടെ അകത്ത് വന്നിരിക്കുക. നിസ്കരിക്കാൻ വന്നവരാണെങ്കിൽ ഖുത്ബ ഇവിടെ നടക്കുമ്പോൾ പുറത്തിരുന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് കട്ടായം പറയുകയാണ്. സഹോദരങ്ങളെ, ഉളുഹിയ്യയുമായി ബന്ധപ്പെട്ട് കുറേയേറെ സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ഒരു കർമ്മത്തിൻ്റെ പൂർണ്ണത എന്നുള്ളത് സുന്നത്തുകളും കൂടിയാണല്ലോ. ഉളുഹിയ്യ നടത്താൻ തീരുമാനിച്ച ഒരാൾ നേരത്തെ അതിനു വേണ്ടി തയ്യാറെടുക്കണം. നമ്മളൊക്കെ പലപ്പോഴും ഈ സമയത്ത് ചെന്ന് മൃഗത്തെ മേടിച്ചിട്ട് ഇടങ്ങേറാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം മുന്നേ ചെന്ന് വാങ്ങുക, അപ്പം അത്രയും കുറച്ച് നോക്കിയാൽ മതിയല്ല. അങ്ങനല്ല വേണ്ടതെന്നാണ്. ആ വിഷയത്തിലുമുള്ള സുന്നത്ത് എത്രയും നേരത്തെ ഉളുഹിയ്യ മൃഗത്തെ വാങ്ങി വെക്കാൻ പറ്റുമോ അത്രയും നേരത്തെ വാങ്ങി വെക്കും. അത് ചില ആ പുണ്യകർമ്മത്തിനോടുള്ള നമ്മളുടെ താല്പര്യവും നമ്മളുടെ ഒരു ഒരുക്കവും ഒക്കെയാണ് അത് സൂചിപ്പിക്കുന്നത്. അവിടെ മുതൽ പ്രതിഫലം കിട്ടിത്തുടങ്ങുകയാണ്.
ഇപ്പൊ ഉളുഹിയ മൃഗത്തെ ഇപ്പോഴൊക്കെ കണ്ടുവരുന്ന ഒരു സംഗതി, ഇപ്പൊ സംഘടിത ഉളുഹിയ നാട്ടിലൊക്കെ വ്യാപകമായതോടുകൂടി നമ്മളിങ്ങനെ പൈസ ഏൽപ്പിച്ചിട്ടങ്ങ് പോകും, പിന്നെ ബാക്കി കമ്മിറ്റിക്കാരുടെ നിലയിലാണ്. അതല്ല ഉണ്ടാവേണ്ടത്. നമ്മൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു മൃഗത്തിന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മൃഗമാണ്. നമ്മളതിനെ കൊണ്ട് നടക്കണം, അതിനെ പരിപാലിക്കണം, അതിന് വെള്ളം കൊടുക്കാനും തീറ്റ കൊടുക്കാനും അതിൻ്റെ പിന്നാലെ നിൽക്കണം, നമ്മുടെ ഉത്തരവാദിത്തമാണ്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലോകത്ത് എന്തും കിട്ടുന്ന കാലാണല്ലോ. അങ്ങനെ വെറുതെ പൈസ കൊടുത്തു മാത്രം വാങ്ങാവുന്ന ഒരു കർമ്മവും ഇസ്ലാമിൽ ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇസ്ലാമിൻ്റെ എല്ലാ കർമ്മവും നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ടതാണ്, ശരീരത്തിനോടൊപ്പം പണവും ചെലവഴിക്കേണ്ടതാണ്. ഇപ്പം മൃഗത്തിന് ഇങ്ങനെ പൈസ കൊടുത്തിട്ട് മാത്രം പോയാൽ പറ്റില്ല, അതിൻ്റെ പിന്നാലെ എന്ത് ചെയ്യണം? നമ്മൾ കൂടണം, ആ മൃഗത്തെ കൊണ്ട് നടക്കണം. ഞാനതിലേക്ക് വേറൊരു വിഷയം പറഞ്ഞു വരാം, മറ്റൊരു പോയിന്റ് വരുമ്പോഴത്തേക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, ഇപ്പോൾ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട്. ദുൽഹിജ്ജ മാസം 1 മുതൽ ഉലഹിയാക്ക് വേണ്ടി നിയത്ത് ചെയ്ത് ഉലഹിയാക്ക് ഷെയർ കൊടുത്തവർക്കോ, ഉലഹിയാക്ക് വേണ്ടി നിയത്ത് ചെയ്തവർ, അവർ കഴിയുന്നതും അവരുടെ ശരീരത്തിൽ നിന്ന് നഖങ്ങളും അതേപോലെ ശരീരത്തിലെ രോമങ്ങളും നീക്കം ചെയ്യരുത്. അത് നിർബന്ധ ബാധ്യതയൊന്നുമല്ല, അങ്ങനെയും ചിലർ വിചാരിക്കുന്നുണ്ട് അത് ഫർളാണ്. അത് ഫർള് വാജിബൊന്നുമല്ല, അതിൻ്റെ ഒരു പൂർണ്ണമായൊരു സുന്നത്താണ്. അപ്പോൾ കഴിയുന്നതും ദുൽഹിജ്ജ വരുന്നതിന് മുന്നേ നഖമൊക്കെ വെട്ടി ഷെവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ, താടി ഷെവിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, അല്ലാത്ത മുടി നീക്കം ചെയ്യാനുണ്ടെങ്കിൽ, മുടിയൊക്കെ വെട്ടാനുണ്ടെങ്കിൽ അത് നേരത്തെ ആകുക. പിന്നെ നമ്മൾ ഉലഹിയ കൊടുക്കുന്നത് വരെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൻ്റെ രോമങ്ങളോ നഖങ്ങളോ ഒന്നും നീക്കം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആ വിഷയത്തിലെ പ്രത്യേക ഒരു സുന്നത്ത്, പ്രബലമായ സുന്നത്ത്. അപ്പോൾ മുസ്ലിം റഹ്മത്തുള്ളാഹി നിവേദനം ചെയ്യുന്നൊരു ഹദീസിൽ നമുക്കത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ മാസത്തിൽ ചന്ദ്രൻ ഉദിച്ചാൽ, അന്ന് മാസമായാൽ, വഅറാദ അഹദുകും അയ്യുദഹിയ, നിങ്ങൾ ആരെങ്കിലും ഉദ്ഹിയക്ക് ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, അതീ ശ്രദ്ധിക്കണം, ഉദ്ഹിയക്ക് പൈസ കൊടുത്താൽ എന്നല്ല നബി പറഞ്ഞു, ഉദ്ഹിയ വാങ്ങിയാലെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഉദ്ഹിയ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഫൽയുംസിക് അൻ ശഅരിഹി വൾഫാരി, ഇനി അവൻ്റെ നഖവും മുറിക്കരുത്, അവന് മുടിയും വിടരുത്. നീയത്തുണ്ടെങ്കിൽ ഇത് പാടില്ല എന്നുള്ളതാണ്. അത് വെച്ചേക്കണം. അത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പന നമ്മൾ പാലിക്കുകയാണ്, നബീൻ്റെ ഒരു സുന്നത്ത് നമ്മൾ പാലിക്കുകയാണ്. നമുക്ക് പ്രയാസം ഉണ്ടാവും, സ്ഥിരമായിട്ട് നഖം വെട്ടുന്ന ഒരാൾക്ക് അത് വെട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത, മുടി സേവക സമയത്ത് വെട്ടിക്കൊണ്ടിരിക്കുക വെട്ടാതിരിക്കുമ്പോൾ ആ അസ്വസ്ഥതയ്ക്ക് അള്ളാഹു നമുക്ക് പ്രതിഫലം തരാണ്. നമ്മുടെ എല്ലാ ഇടങ്ങേറുകൾക്കും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അള്ളാഹു നമുക്ക് കണക്കിന് അല്ലെങ്കിൽ അതിനപ്പുറത്ത് അള്ളാഹു പ്രതിഫലം തരും. അപ്പം നാഥൻ്റെ പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിർദ്ദേശം നമ്മൾ ആ വിഷയത്തിൽ ചെയ്യാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ഞാൻ ബലിമൃഗത്തെ നമ്മൾ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. ബലിമൃഗം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ആ മൃഗത്തിൻ്റെ പിന്നാലെ കൂടി അല്ലേ. ഹാജിമാരുടെ ഹജ്ജിന്റെ അവസരത്തിൽ ബലിമൃഗത്തെ സംബന്ധിച്ചിട്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ പറയുന്നത് വാക്കുണ്ട്, വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തഖ്വൽ ഖുലൂബ്, ആ വാക്ക് മനസ്സിലുണ്ടാവല്ലോ, തഖ്വൽ ഖുലൂബ്, മനസ്സിന്റെ തഖ്വ. മനസ്സിന്റെ തഖ്വ. തഖ്വ എവിടെയാണുള്ളത്? റസൂൽ എവിടെയാ തഖ്വ? അത്തഖ്വാ ഹുനാ, അത്തഖ്വാ ഹുനാ, അത്തഖ്വ ഇവിടെയാണ് തഖ്വ. നിന്റെ നെഞ്ചകത്ത്, നിന്റെ മനസ്സിൽ, അവിടെ തഖ്വ ഉള്ളത്. അപ്പൊ മനസ്സിലുള്ള തഖ്വ, ആ തഖ്വയുടെ ഭാഗമാണെന്ത്? ശആഇറല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളെ ആദരിക്കുക, ബഹുമാനിക്കുക. പടച്ച തമ്പുരാന്റെ അടയാളം എന്ന് പറഞ്ഞാൽ ഈ ദീനിന്റെ ഷിആർ, ഇത് ദീനിന്റെ ഭാഗമാണെന്ന് ആളുകൾക്ക് മനസ്സിലാകുന്ന, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന. ഇപ്പൊ പള്ളിയിൽ നിന്ന് വാങ്ക് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാം അത് മുസ്ലിങ്ങളുടെ പള്ളിയിൽ നിന്ന് വന്ന വാങ്കാണ്. അമ്പലത്തിൽ നിന്ന് പോയതെല്ലാം ഉറപ്പാണ് മുസ്ലിങ്ങളുടെ പള്ളിയിൽ നിന്ന്. അപ്പൊ ഇസ്ലാമിന്റെ അടയാളമാണ് എന്ത്? ബാങ്ക്. ഹജ്ജ് സീസണിൽ നമ്മൾ ഹജ്ജുമായി ബന്ധപ്പെട്ട ചാനലിൽ ഇങ്ങനെ തവാഫ് മറ്റും കാണുമ്പോഴത്തേക്ക് അത് ഇസ്ലാമിന്റെ ഒരു അടയാളമല്ലേ. അങ്ങനെ ഇസ്ലാമിന്റെ ഒരു അടയാളമാണ് ഏത്? ഈ ബലിമൃഗം എന്നുള്ളത്. ഉളഹിയ കർമ്മം എന്നുള്ള ഇസ്ലാമിന്റെ അടയാളമാണ്. അപ്പൊ ഇസ്ലാമിന്റെ ഏത് അടയാളങ്ങളെയും ആദരിക്കണം. അള്ളാഹ് പ്രത്യേകിച്ച് സൂറത്തുൽ ഹജ്ജില് ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നത്. അപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ബലിമൃഗങ്ങളെ ആദരിക്കുക എന്നുള്ളത് അത് തഖ്വയുടെ ഭാഗമാണ്. നമുക്ക് കേരളം വിട്ടുപോയി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, ഈ ബലിക്കായി തയ്യാറാക്കിയിരിക്കുന്ന മൃഗങ്ങൾ. ഇപ്പൊ ഡൽഹി മാർക്കറ്റിൽ, ഉത്തരേന്ത്യയിലെ ലക്നൗ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ആടിനെയൊക്കെ നന്നായി അലങ്കരിച്ച് പുറത്ത് നല്ല പുതപ്പൊക്കെ വിരിച്ചിട്ട് കഴുത്തിൽ നല്ല മാലയൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ടില്ലേ.
ഇത് അനാചാരമല്ല കേട്ടോ, ഇത് അനാചാരമല്ല. നമ്മൾ വിചാരിക്കും ഇവർക്ക് എന്ത് ഭ്രാന്താണ്, എന്ത് കാണിച്ചു കൂട്ടുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യണം എന്നാണ്, അത് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ആ മൃഗത്തെ, നമ്മുടെ വീട്ടിൽ കൊച്ചു ഒരു പെറ്റ് ഒരു പൂച്ച ഉണ്ടെങ്കിൽ, പെറ്റ് മൃഗങ്ങളെയൊക്കെ ആനിമൽസിനെ ബേർഡ്സിനെയൊക്കെ ആളുകൾ വളർത്തുന്നവരാണല്ലോ. പൂച്ചയ്ക്ക് കുട്ടികൾ മണിയൊക്കെ കെട്ടിക്കൊടുത്ത് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്ത് കളറൊക്കെ തേച്ച് കൊണ്ടു നടക്കാറില്ലേ? എന്തിനാ? അതിനോട് സ്നേഹം വന്നതിൻ്റെ പേരിലാണ്, ഇഷ്ടം വന്നതിൻ്റെ പേരിലാണ്. അതുപോലെ നമ്മൾ അറുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ബലിമൃഗത്തെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം, അലങ്കാരങ്ങൾ അണിയിക്കണം. വസ്ത്രം ഇട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഇട്ട് കൊടുക്കണം. അതതിൻ്റെ ആദരവിൻ്റെ, അതിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ്. നീ ആയത്ത് വെച്ചിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുക എന്നുള്ളതൊന്നും അനാചാരമല്ല, ഇസ്ലാമിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ഷിയാറുകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ഉലഹിയുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ബാക്കി പറഞ്ഞു തരാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളെയും അള്ളാഹു സാധൂകരിച്ച് തരുമാറാകട്ടെ. അള്ളാഹുവേ, മഴക്കാലം വളരെ ശക്തമാണ് നാഥ. വലിയ നാശനഷ്ടങ്ങൾ ഞങ്ങളുടെ നാട്ടിലും പരിസരങ്ങളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. നിന്നോട് കാവൽ തേടുക എന്നുള്ളതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കഴിയില്ല. നീ വിടുന്ന ആപത്തുകളെ തടയാൻ നിനക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിനെ എല്ലാവിധ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ അള്ളാഹ്. കുറച്ചവനെ ഞങ്ങൾക്ക് സമാധാനം നൽകണേ അള്ളാഹ്. മഴ ഞങ്ങൾക്ക് എതിരാകുന്ന നിലക്ക് നീ തരാതെ, ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്ന നിലക്ക് അള്ളാൻ്റെ റസൂൽ ചോദിച്ച പോലെ സുഖിയാ റഹ്മ വല അദാബ്, കാരുണ്യത്തിൻ്റെ മഴ നീ ഞങ്ങൾക്ക് നൽകണേ അള്ളാഹുവേ. ശിക്ഷയുടെ മഴ ഞങ്ങൾക്ക് വേണ്ട അള്ളാഹ്. അള്ളാഹുവേ, നീ ഞങ്ങളുടെ നാട്ടുകാരെ സഹായിക്കണേ അള്ളാഹുവേ, സംരക്ഷിക്കണേ അള്ളാഹുവേ. ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ വലിയ പരീക്ഷണത്തിലും പ്രയാസത്തിലുമാണ്. കുറച്ചോനെ, അവരുടെ ശത്രുക്കളെ നീ പാഠം പഠിപ്പിക്കണേ അള്ളാഹ്. അവർക്ക് തക്കതായ മറുപടി നൽകണേ അള്ളാഹ്. മുസ്ലിമീങ്ങൾക്ക് നീ എല്ലാവിധ സഹായവും രക്ഷയും ഏകി അനുഗ്രഹിക്കണേ നാഥ. കുറച്ചോനെ, ഇബ്രാഹിം നബിയുടെ സ്മരണകൾ നിലനിൽക്കുന്ന ഈ മാസത്തിൽ ഇബ്രാഹിമിൻ്റെ ത്യാഗവും, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തഖ്വയും, അദ്ദേഹത്തിൻ്റെ ഇഖ്ലാസും ഈമാനികമായ ശക്തിയുമൊക്കെ നീ ഞങ്ങൾക്ക് നൽകിയിട്ട് ആ മില്ലത്തിൻ്റെ അനുയായികളായി ജീവിതാന്ത്യം വരെ നിലകൊള്ളാൻ നാഥ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. أقم الصلاة.